ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ 2025 വെള്ളിയാഴ്ച വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഒന്നാമത്തെ കാര്യം പ്രദോഷമാണ്, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം പ്രദോഷം വന്നാൽ വിജയം ഉണ്ടാകും. ആ ഒരു പ്രദോഷം നമുക്ക് വിജയം തരും എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, അന്ന് രാവിലെ ആകാശത്ത് ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. അതായത് ശുക്രൻ, ശനി ഇവ രണ്ടും ചന്ദ്രനോട് കൂടുന്ന ഒരു മുഹൂർത്തം. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്മൈലി ഫേസ് ആയിട്ടാണ് അത് വരുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കാണാനും സാധിക്കും. അപ്പം ആ സമയത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അതുകൂടാതെ പ്രദോഷ ദിവസമായ വെള്ളിയാഴ്ച ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഏപ്രിൽ 25 അതിരാവിലെ 5:30 ഞാൻ ഈ പറഞ്ഞ ഒരു ക്രെസൻറ്റ് മൂൺ പ്രതിഭാസം നമ്മുടെ ആകാശത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം ഇത് കാണാൻ വേണ്ടി ചെല്ലാൻ. പീരിയഡ്സ് ആയോ പുലവാലായ്മ അതൊന്നും ഇത് കാണുന്നതിന് ബാധകമല്ല. ഇത് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ 5 മണിയാകുമ്പം എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആകുക. എഴുന്നേറ്റ് പടിയെ പോയി കാണരുത്. ഒന്ന് ഫ്രഷായി കുളിച്ചതിന് ശേഷം കയ്യിൽ ഒരു പിടി പച്ചരിയും കൂടി എടുക്കണം. ആ ഒരു പച്ചരിയും കൂടി എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ കൈ കൂപ്പി നിൽക്കുന്നത് പോലെ ആകാശത്തോട്ട് നോക്കിയാൽ അത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കി ഈ പച്ചരി കയ്യിൽ പിടിച്ച് നിങ്ങളുടെ ഒരു ആഗ്രഹം അതിനെ നോക്കി പറയുക. കാരണം ഇങ്ങനെയുള്ള ഗ്രഹ സംയോജനങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്തെ വിനിയോഗിച്ചാൽ നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നമുക്ക് പ്രപഞ്ചം സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം അന്നത്തെ ദിവസം മറക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഒരു പച്ചരി നേരം വെളുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ കാക്കയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കാക്കയ്ക്ക് അത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇട്ടാൽ മതിയാവും. അത് കിളികൾ അല്ലെങ്കിൽ ഉറുമ്പുകളൊക്കെ വന്ന് കഴിച്ചോളും. അത് മാത്രവുമല്ല, വെള്ളിയാഴ്ചയും പ്രദോഷവും കൂടി ആ ഒരു ദിവസം നമ്മൾക്ക് അന്നദാനം ചെയ്ത പുണ്യവും കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ അതിന് മുൻപേ ആണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനകളൊക്കെ ചെയ്തതിന് ശേഷം, അന്ന് പ്രദോഷമാണ്, ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് അഭിഷേകമൊക്കെ ചെയ്ത് കൂവളത്തിലേക്ക് സമർപ്പിച്ച് അതിനുശേഷം ചെയ്യേണ്ടത് 4 വാഴപ്പഴം കയ്യിലെടുക്കുക. 4 വാഴപ്പഴം, നല്ല മഞ്ഞ കളറിലെ 4 വാഴപ്പഴം എടുത്ത് ആ വാഴപ്പഴം 4 നമ്മുടെ കയ്യിൽ വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹം, അതിപ്പം നേരത്തെ പ്രപഞ്ചത്തിനോട് പറഞ്ഞ ആഗ്രഹമായിരിക്കണമെന്നില്ല, വേറെ ആഗ്രഹമാവാം, അത് അവരവരുടെ ഇഷ്ടം. ആ ഒരു ആഗ്രഹം അതെനിക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പൂജാമുറിയിൽ ഒരു സൈഡിൽ വെച്ചിരിക്കുക. പൂജാമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് എവിടെയാണെങ്കിലും അവിടെ വെച്ചിട്ട് നിങ്ങൾ ശിവ 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 എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതായത് ശിവ 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 3 പ്രാവശ്യം ശിവ 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 എന്ന് പറയുന്നതാണ് ഒന്നായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ശിവ 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 എന്ന് ജപിക്കുക. ജപിച്ചതിന് ശേഷം, അതായത് ആ ജപിച്ചതിന് ശേഷം നമ്മൾ എഴുന്നേറ്റു ആ പഴം അവിടെ ഇരുന്നോട്ടെ. അതിന് ശേഷം അന്ന് വൈകിട്ട് പ്രദോഷസന്ധ്യയ്ക്ക് മുൻപ്, പ്രദോഷസന്ധ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, 4:30 മുതൽ 6 മണി വരെയും 6 മണി മുതൽ 7:30 വരെയുമുള്ള ആ ഒരു 3 മണിക്കൂർ സമയത്തെയാണ് നമ്മൾ പ്രദോഷസന്ധ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്തിന് മുൻപ് 108 തവണ ഒരു പേപ്പറിൽ നിങ്ങൾ ശിവ 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 എന്ന് എഴുതുക. എഴുതാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ചൊല്ലിയാൽ മതി, പക്ഷേ എഴുതുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ പഴം എടുത്ത് കയ്യിൽ വെച്ച് നമ്മുടെ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചല്ലോ, അതേ ആഗ്രഹം വളരെ പെട്ടെന്ന് നടന്ന് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ശിവ 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 എന്നുള്ള മന്ത്രം 108 തവണ എഴുതുന്നത്. ബ്ലാക്ക് കളർ, അതായത് കറുത്ത കളർ പേന ഒഴിച്ച് ബാക്കി എന്തൊരു പേന വെച്ചും നിങ്ങൾക്ക് ഈ ഒരു ശിവ 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 എന്നുള്ളത് 108 തവണ എഴുതാവുന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ടത് പ്രദോഷ സന്ധ്യ സമയം ഞാൻ പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുക.
ഇനിയിപ്പം ചിലവർ ചോദിക്കും ആ സമയത്തല്ലാതെ രാവിലെ പൊക്കോട്ടെ ചേച്ചി എന്ന്. പക്ഷേ നിങ്ങൾ പോവേണ്ടത് ആ ഒരു പ്രദോഷ സന്ധ്യയിലാണ്. കാരണം നമ്മൾ എഴുതി വെച്ച ആ ഒരു പേപ്പറും നമ്മൾ പൂജാമുറിയിൽ വെച്ച ആ 4 പഴവും കൂടെ എടുത്തുകൊണ്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ. അപ്പോൾ കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ആ ഒരു പഴം നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രദോഷ സന്ധ്യ എന്ന് പറഞ്ഞത്. അതുമാത്രവുമല്ല, അന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അന്ന് ഗോപൂജ ചെയ്താൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഫലങ്ങൾ കിട്ടും. പ്രദോഷം ആയതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയിൽ ശിവഭഗവാൻ പാർവതീദേവിയെ സിംഹാസനത്തിലിരുത്തി നടരാജ നൃത്തമാടുമ്പോൾ അത് കാണാൻ അവിടെ 33 ദേവികളും സന്നിഹിതരാകും. ആ സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥിച്ച ഈ ഒരു പേപ്പർ കൊണ്ടുപോയി ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിട്ടാൽ തീർച്ചയായും ആ ആഗ്രഹം ശിവകുടുംബം മാത്രമല്ല 33 ദൈവങ്ങളും നമുക്ക് സാധിച്ചു തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രദോഷ സന്ധ്യയെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം ശിവഭഗവാനെ കാണാൻ പോകുമ്പോൾ പഴവും ഒപ്പം തന്നെ ആ എഴുതിയ പേപ്പറും എടുത്തതിന് ശേഷം പ്രദോഷ സന്ധ്യ വരുമ്പോൾ, പ്രദോഷ സമയത്ത് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്തൊക്കെ വഴിപാടുകളാണോ ഭഗവാന് സമർപ്പിക്കുന്നത്, ജലധാരയോ ഭസ്മം സമർപ്പണമോ കൂവളത്തിലയോ കൂവളത്തുമാലയോ മുല്ലപ്പൂമാലയോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കാര്യം ചെയ്തിട്ട് ആ ഒരു പേപ്പർ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കുക. ശേഷം നമ്മുടെ കയ്യിലുള്ള 4 പഴങ്ങൾ പശുവിന് കൊടുക്കുക. 6 മണിക്ക് ശേഷം കൊടുക്കുക. അതായത് 7:30 വരെ നമുക്ക് പ്രദോഷ സന്ധ്യയുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് 4:30ക്കും 6:00നും ഇടയ്ക്കുള്ള സമയത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് 4:30ക്കും 7:30ക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് വേണം പശുവിന് കൊടുക്കാൻ. അപ്പോൾ എന്തു ചെയ്യണം? ആദ്യം പോയി പശുവിനെ കണ്ട് പശുവിനെ വന്ദിച്ച് പശുവിന് 4 പഴവും നമ്മൾ കൊടുത്ത് പശുവിൻ്റെ വാൽഭാഗത്ത് പോയി തൊഴുത് അതിനുശേഷം വീണ്ടും നമ്മൾ മനസ്സിൽ ഗോമാതാവിൻ്റെ മുൻപിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ഈ കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ തിരുനെറ്റിയിൽ തൊട്ട് നമ്മൾ നമ്മുടെ നെറ്റിയിൽ വെക്കണം. അപ്പോൾ ഗോമാതാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എന്തൊരു നടക്കാത്ത ആഗ്രഹമാണെങ്കിലും അത് വളരെ പെട്ടെന്ന് ഗോമാതാവ് സാധിച്ചു തരും. പ്രദോഷ സന്ധ്യ, വെള്ളിയാഴ്ച, ഉത്രട്ടാതി നക്ഷത്രം, ഇത് 3 കൂടി ചേരുന്ന അസുലഭമായൊരു മുഹൂർത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാവരും ശ്രമിക്കണം. ഇനിയിപ്പം പശുക്കളില്ലാത്തൊരിടത്താണ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് വെച്ചേക്കുക. പശുവിന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അതിനാണ് 100% നമുക്ക് ഫലം കിട്ടുന്നത്. ഇനിയിപ്പോൾ പശുവിന് കൊടുക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് എഴുതുന്നത് മാത്രമായിട്ട് ചെയ്യാം. അങ്ങനെ പശുവിന് കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു നിങ്ങളുടെ വീട്ടിലോട്ട് വരാവുന്നതാണ്. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്ന ഒരു പരിഹാരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കഴിവതും ഇതെല്ലാവരും നാളെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനിയിപ്പം 2-3 പേരെന്നോട് ശിവലിംഗം എങ്ങനെ വീട്ടിൽ വെക്കാം, എങ്ങനെ പൂജ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരവും കൂടെ ഞാൻ ഇതേ വീഡിയോയിൽ തന്നെ പറയുകയാണ്. എന്നോട് 2-3 പേര് എങ്ങനെയാണ് വീട്ടിൽ ശിവലിംഗം വെക്കുന്ന പ്രൊസീജിയർ ചോദിച്ചിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ശിവലിംഗം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള സ്ഫടികലിംഗമാണ്. ഇത് നമുക്ക് വീട്ടിൽ വെക്കാൻ ഏറ്റവും നല്ലതും ഈ രീതിയിലുള്ള സ്ഫടികലിംഗം തന്നെയാണ്. അതല്ലാതെ സ്റ്റോണിൻ്റേതും അല്ലാത്ത രീതിയിലുള്ള മാർബിളൊക്കെ വീട്ടിൽ വെക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ സ്ഫടികലിംഗത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഫടികലിംഗം വാങ്ങിച്ചു വെക്കാവുന്നതാണ്. ഇനി ശിവലിംഗം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ചൂണ്ടുവിരലിൻ്റെ ആ ഒരു വലിപ്പം മാത്രമേ, അതായത് ആ ഒരു പൊക്കം മാത്രമേ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. അതുപോലെ തന്നെ ശിവലിംഗം മേടിക്കുമ്പോൾ എപ്പോഴും കൂടത്തിൽ നന്ദി ഉണ്ടാവാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. തിങ്കളാഴ്ച, പ്രദോഷം പോലുള്ള ഏതെങ്കിലും ഒരു ഓസ്പീഷ്യസ് ദിവസം ശിവലിംഗം വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. ശിവലിംഗം ആദ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആദ്യം ജലം കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യണം. പഞ്ചാമൃതം എന്ന് പറയുന്നത് പാല്, തൈര്, നെയ്യ്, പഞ്ചസാര, തേൻ, ഇതാണ് പഞ്ചാമൃതം.
ഈ 5 വസ്തുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം വീണ്ടും ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ശുദ്ധമാക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ ഭസ്മമൊക്കെ തൊട്ട് കൊടുത്ത് ഒരു കൂവളത്തിലെയും സമർപ്പിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം വടക്കോട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പൂജാമുറിയിൽ ശിവലിംഗം വെക്കാനായിട്ട്. എന്നിട്ട് അതിന് മുൻപിലായിട്ട് നന്ദി ഭഗവാനെയും നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എല്ലാ ദിവസവും അഭിഷേകം ചെയ്യണമോ എന്നുള്ള കാര്യം. അത് ഓരോരുത്തരുടെ സമയമനുസരിച്ച്, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അഭിഷേകം ചെയ്യില്ല. ആഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും, അതുപോലെ തന്നെ പ്രദോഷം, മാസത്തിൽ വരുന്ന 2 പ്രദോഷം, മാസത്തിൽ വരുന്ന പൗർണമി, അതുപോലെ തിരുവാതിര നക്ഷത്രം, പിന്നെ ശനിയാഴ്ച, അതേപോലെ തന്നെ മാസ ശിവരാത്രി, അതായത് പ്രദോഷത്തിൻ്റെ പിറ്റേ ദിവസം, ഈ ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ അഭിഷേകം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചകളിലും, അതായത് ആഴ്ചയിൽ വരുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും, മാസത്തിൽ വരുന്ന 2 പ്രദോഷങ്ങളിലും മാത്രമായിട്ടും നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ല അമ്പലത്തിലൊക്കെ പോലെ ഇങ്ങനെ ധാര വീഴുന്നത് പോലെ വീണുകൊണ്ടേ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സൈറ്റ്സിൽ നമുക്ക് അതുപോലത്തെ കുടം വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ ഒരു കുടം വാങ്ങിച്ച് പൂജാമുറിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അതിങ്ങനെ വന്ന് വീണുകൊണ്ടേ ഇരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്തില്ല എന്നും പറഞ്ഞ് ഒരു ദോഷവും വരുന്നതുമല്ല. അത് അവനവൻ്റെ ഇഷ്ടമാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്തിട്ട് ചിലപ്പം നമുക്ക് ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ വീടടച്ച് എവിടെയെങ്കിലും പോവേണ്ട വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു നമുക്ക് തന്നെ മനസ്സിനതൊരു വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ശിവലിംഗം വാങ്ങിച്ച് വീട്ടിൽ വെക്കാമോ? ശിവലിംഗം വാങ്ങിച്ച് വീട്ടിൽ വെക്കരുത്, അത് ദോഷമാണെന്ന് ഒരുപാട് പേര് പറയുന്നു. ശിവലിംഗത്തിനെ സ്ത്രീകൾ കൈകൊണ്ട് തൊടരുതെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഒരുപാട് ദോഷം വരേണ്ട സമയം കഴിഞ്ഞു. കാരണം ഞാനൊരു 5 വർഷത്തിന് മുകളിലായി ശിവലിംഗം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട്. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞു വരുത്തുന്നതാണെന്ന് ഞാൻ പറയും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ വിശ്വാസമാണ്. ചിലവർക്ക് പേടിയായിരിക്കും വാങ്ങിച്ചു വെക്കാൻ. അങ്ങനെയുള്ളവർ ഒരിക്കലും ആ പേടിയോടുകൂടി വാങ്ങിച്ചു വെക്കരുത്. നമ്മൾ ഈശ്വരനെ ഒരിക്കലും പേടിക്കേണ്ടുന്ന കാര്യമില്ല. സാധാരണ മനുഷ്യരെ നമ്മൾ പേടിച്ചാൽ മതി. ഈശ്വരനെ ഒരിക്കലും പേടിക്കേണ്ട. ഈശ്വരൻ ഒരിക്കലും നമ്മളെ ശപിക്കാനോ അല്ലെങ്കിൽ നശിച്ചു പോകട്ടെ എന്ന് പറയാനോ നീ അത് ചെയ്തില്ല അതുകൊണ്ട് നിനക്ക് ഞാൻ എന്തെങ്കിലും ദോഷം തരുന്നു അങ്ങനെയൊന്നും ഈശ്വരൻ പറയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം. ആരെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളൊരു ശിവലിംഗം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ശിവലിംഗം വാങ്ങിച്ച് വീട്ടിൽ വെച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ആപത്ത് വന്നതെന്ന് നമ്മൾ ചിന്തിക്കും. മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ഉറപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രം ശിവലിംഗം മേടിച്ച് വെക്കുക. പിന്നെ വെറുതെ പൂജാമുറിയിൽ ഒരു ശിവലിംഗം വാങ്ങിച്ച് വെച്ചാൽ ഒരു ഗുണവും നമുക്കുണ്ടാവില്ല എന്നും കൂടെ പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും അഭിഷേകം ചെയ്തില്ല എങ്കിൽ പോലും ഞാൻ ഈ പറയുന്നത് പോലെ തിങ്കളാഴ്ചകളിലും പ്രദോഷങ്ങളിലും ആഴ്ചയിൽ 1 അല്ലെങ്കിൽ പ്രദോഷ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ആ ശിവലിംഗം ഏറ്റുവാങ്ങുകയും നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരികയും ചെയ്യുകയുള്ളൂ. വെറുതെ ഒരു ശിവലിംഗം വാങ്ങിച്ച് പൂജാമുറിയിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നിങ്ങൾ നാട്ടിലൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുകയാണ്, അങ്ങനെ വരുമ്പോൾ നമുക്ക് അഭിഷേകം ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലവരൊക്കെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, അതായത് ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിൽ ശിവലിംഗം വെച്ചിട്ട് പോകുന്ന സിസ്റ്റമൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അതുകൊണ്ട് ദോഷം അങ്ങനെ ഒന്നുമില്ല. ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കൺസേൺ ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ ആ കാര്യങ്ങൾ ചെയ്യുക. ശരിയെന്ന് തോന്നുന്ന എന്ത് കാര്യവും നമ്മുടെ മനസാക്ഷി പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ടെന്ന ആവശ്യമില്ല. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.